ബെന്യാമിന്റെ ആടുജീവിതം ബ്ലെസ്സി സിനിമയാക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ മുതൽ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പേർ വായിച്ച നോവലുകളിൽ ഒന്നാണ് ആടുജീവിതം. മലയാളം അറിയാവുന്ന ആർക്കും മനസ്സിലാകുന്ന വളരെ സിമ്പിളായി എഴുതിയൊരു നോവലായിരുന്നു അത്. എന്നാൽ വായനക്കാർക്ക് അത് നൽകിയ ഇമ്പാക്ട് വളരെ വലുതായിരുന്നു. പേഴ്സണലി കുറെ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചതായതുകൊണ്ട് തന്നെ കുറെ ഡീറ്റെയിൽസ് ഒക്കെ മറന്നുപോയെങ്കിലും അന്ന് അത് നൽകിയ ഫീൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ ഒരു ഫീല് ബ്ലെസ്സിയുടെ ആടുജീവിതത്തിന് തരാൻ കഴിഞ്ഞു. ആടുജീവിതം കണ്ടു കഴിഞ്ഞപ്പോൾ രണ്ട് കാര്യങ്ങളാണ് മനസ്സിലേക്ക് വന്നത്: മനുഷ്യന്റെ നിസ്സഹായതയും മനുഷ്യന്റെ ക്രൂരതയും. ഇത് രണ്ടും അതിന്റെ പൂർണ്ണ തീവ്രതയോടുകൂടി കാണിച്ചു തരാൻ സിനിമയ്ക്ക് കഴിയുന്നുണ്ട്. സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പൃഥ്വിരാജിന്റെ പെർഫോമൻസ് തന്നെയാണ്. സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പൃഥ്വിരാജിനെ മറക്കും, പിന്നെ നജീബിനെ മാത്രമാണ് കാണുക. ആ കഥാപാത്രമാകാൻ എല്ലാ ഇൻഹിബിഷനും കളഞ്ഞ് പൃഥ്വിരാജ് പൂർണ്ണമായി തന്നെ സമർപ്പിച്ച പോലെയാണ് ഫീൽ ചെയ്തത്. ഡയലോഗ് ഡെലിവറിയൊക്കെ, പ്രത്യേകിച്ച് അവസാനം ക്ഷീണിച്ച് വയ്യാതാകുമ്പോഴുള്ള ശബ്ദത്തിലെ മാറ്റമൊക്കെ വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. ഫോറിൻ സിനിമകളിൽ അഭിനേതാക്കൾ അവരുടെ കഥാപാത്രത്തെ പെർഫെക്റ്റായി അവതരിപ്പിക്കാൻ അവരുടെ തടി വലിയ രീതിയിൽ കൂട്ടുന്നതും കുറയ്ക്കുന്നതുമൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ മലയാളത്തിൽ നമ്മൾ അതങ്ങനെ കണ്ടിട്ടില്ല. ഒരു കഥാപാത്രത്തിന് വേണ്ടി അഭിനേതാവ് സ്വയം ഇത്ര ടോർച്ചർ ചെയ്യേണ്ടതുണ്ടോ, അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടാകാം. എന്നാൽ പേഴ്സണലി ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ആ സംശയം മാറിക്കിട്ടി. തടി കൂടുന്നതും കുറയുന്നതുമൊക്കെ നന്നായി പ്ലേസ് ചെയ്താൽ അത് പ്രേക്ഷകരിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് വളരെ വലുതായിരിക്കുമെന്ന് മനസ്സിലായി. സിനിമയിൽ എന്നെ ഏറ്റവും ഡിസ്റ്റർബ് ചെയ്ത മൂവ് ചെയ്ത സീന് നജീബ് ക്ലോത്ത്സ് ഊരുമ്പോൾ ആ മെലിഞ്ഞുണങ്ങിയ ശരീരം കാണുന്ന സീൻ തന്നെയാണ്. ആ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ച ആ ട്രാജിക് മാറ്റം ഇതിലും നന്നായി പ്രസന്റ് ചെയ്യാനോ കൺവേ ചെയ്യാനോ പറ്റില്ലെന്ന് തോന്നി. പൊതുവെ മനുഷ്യന്റെ അതിരുകളില്ലാത്ത ഇമാജിനേഷനെ തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു നോവൽ വായിക്കുമ്പോൾ കിട്ടുന്ന അനുഭവത്തെ വല്ല സിനിമയ്ക്ക് ബുദ്ധിമുട്ടാണ്. എന്നാൽ നജീബിന്റെ ശരീരത്തിൽ വരുന്ന മാറ്റത്തിന്റെ കാര്യത്തിൽ, അതിലൂടെ കിട്ടുന്ന ആ ഒരു ഇമ്പാക്റ്റിന്റെ കാര്യത്തിൽ പൃഥ്വിരാജിന്റെ നജീബും സംവിധായകന്റെ വിഷനും എന്റെ ഇമാജിനേഷനെ തോൽപ്പിച്ചു കളഞ്ഞു. ഒരു സംശയവുമില്ലാതെ പറയാം, നജീബ് എന്ന കഥാപാത്രത്തിലൂടെ പൃഥ്വിരാജ് ഒരു പുതിയ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന്. ഹക്കീമായി അഭിനയിച്ച നടനും ഇബ്രാഹിം കാദിരിയായി അഭിനയിച്ച നടനുമൊക്കെ വളരെ നന്നായി അവരുടെ റോളുകൾ ചെയ്തിട്ടുണ്ട്. ഇബ്രാഹിം കാദിരിയെ കുറച്ച് മിസ്റ്റിക്കലായി പ്രസന്റ് ചെയ്തത് നന്നായി തോന്നി. സിനിമയുടെ അടുത്ത ഹൈലൈറ്റ് മരുഭൂമി കാണിക്കുന്ന രീതിയാണ്. ഒരു സീനിൽ നജീബ് കടന്നെണീക്കുമ്പോൾ മണൽ ഊർന്നു വീഴുന്നത് കാണാം. ഏതാണ്ട് വെള്ളം മൂവ് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമുക്ക് തോന്നുക. അതും മരുഭൂമിയുടെ വൈറ്റ് ഷോട്ട്സും ഒക്കെ കാണുമ്പോൾ കടൽ പോലെ എന്ന് മനസ്സിൽ വരും. മരുഭൂമിയെ കാണിക്കുന്ന ഫ്രെയിംസിലൂടെ അതിന്റെ ഭംഗിയും അതേസമയം അതിന്റെ വിശാലതയിൽ പെട്ടുപോയാലുണ്ടാകുന്ന ഏകാന്തതയും ശരിക്കും കൺവേ ചെയ്യുന്നുണ്ട്. നമ്മൾ കഥകളിൽ മാത്രം വായിച്ചിട്ടുള്ള മരുഭൂമിയിലെ പാമ്പുകളും മരീചികയും ഭീകരമായ മണൽക്കാറ്റും ഒക്കെ പ്രസന്റ് ചെയ്തത് വളരെ വിശ്വസനീയമായ രീതിയിൽ വന്നിട്ടുണ്ട്. എന്നാൽ നോവൽ വായിച്ചപ്പോൾ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മാജിക്കൽ ലാൻഡ് എന്നൊരു ഫീലാണ് മരുഭൂമിയിലൂടെയുള്ള അവരുടെ യാത്രയുടെ ഭാഗത്ത് കിട്ടിയിരുന്നത്. നോവലുമായി കമ്പയർ ചെയ്യുമ്പോൾ സിനിമയ്ക്ക് അത്രയ്ക്കൊരു ഇമ്പാക്ട് തരാൻ കഴിഞ്ഞില്ല എന്നാണ് തോന്നിയത്. സിനിമയിൽ ചെറിയൊരു പ്രശ്നമായി തോന്നിയത് ഫ്ലാഷ് ബാക്കിലെ ചില സീനുകൾ കുറച്ചധികം ആ സിനിമയുടെ വേൾഡിൽ നിന്ന് മാറിപ്പോകുന്ന പോലെയുള്ളതാണ്. ആ ഒരു കാലഘട്ടത്ത് കേരളത്തിലെ ഒരു ഉൾപ്രദേശത്ത് ഭർത്താവ് കുളിക്കുന്ന ഭാര്യയെ ആറ്റിലേക്ക് പൊക്കിക്കൊണ്ടുപോകുന്നതും ആറ്റിലെ അവരുടെ റൊമാൻസും ഒക്കെ നടക്കാത്ത സംഭവമായി തോന്നി. എന്നാൽ ഒരു പക്ഷേ മരുഭൂമിയിൽപ്പെട്ട നജീബിന്റെ ഓർമ്മകളായിരിക്കാം അത്. ആ ഓർമ്മകളിൽ കുറച്ച് ഭാവനയും ചേർന്നിട്ടുണ്ടാകാം. ഇനി മ്യൂസിക്കിലേക്ക് വന്നാൽ പെരിയോനെ എന്ന ട്രാക്ക് വരുന്ന ആ ഭാഗം നല്ല ഫീൽ തന്നിരുന്നു. ഇനി ചെറിയൊരു സ്പോയിലർ ഉണ്ട്. സിനിമയിൽ എന്നെ ടച്ച് ചെയ്ത മറ്റൊരു സീൻ നജീബ് ആടുകളോട് ഞാൻ പോവുകയാണ്, വേറെ ഒരാൾ വരും എന്നെ പോലെ എന്ന് പറയുന്ന ആ സീനാണ്. നജീബ് അനുഭവിച്ച ആ ക്രൂരതയും അതുപോലുള്ള ക്രൂരതകളും ഒരാളിൽ നിൽക്കില്ല എന്ന യാഥാർത്ഥ്യം ആ സീൻ നമുക്ക് കാണിച്ചിരുന്നുണ്ട്. ആ നരകത്തിലേക്ക് ഇനി വരാൻ പോകുന്ന മുഖമറിയാത്ത ആ ആളെ ഓർത്തുവരെ നമുക്ക് സങ്കടം തോന്നും. ഇനി വരാൻ പോകുന്ന പേരറിയാത്ത മുഖമറിയാത്ത മറ്റൊരു മനുഷ്യന്റെ വേദനയെ നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കാൻ സിനിമയ്ക്ക് കഴിയുന്നു എന്നത് തന്നെയാണ് സിനിമയുടെ വലിയൊരു വിജയം. കൂടാതെ സിനിമ കഴിയുമ്പോഴും നജീബിന്റെ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് നോവൽ വായിക്കാതെ സിനിമ കാണുന്നവർക്ക് നോവൽ വായിച്ച് സിനിമ കാണുന്നവരെക്കാൾ എഫക്ട് ഉണ്ടാകും എന്നാണ്. കാരണം നോവൽ വായിച്ചവർക്ക് കഥയിൽ എന്താണ് സംഭവിക്കുക എന്ന് പൂർണ്ണമായി അറിയാം. അതും വായനക്കാരന്റെ ഇമാജിനേഷൻ അപ്പുറത്ത് പോവുക എന്നുള്ളതും 3 മണിക്കൂറുള്ള ഒരു സിനിമ കൊണ്ട് ഏതാണ്ട് അസാധ്യമായ ഒരു കാര്യമാണ്. നോവലുമായി താരതമ്യം ചെയ്യാതെ സിനിമയെ വിലയിരുത്തിയാൽ എക്സലന്റ് എന്നാണ് പറയാനുള്ളത്. പിന്നെ യൂണിവേഴ്സൽ അപ്പീലുള്ള ഒരു കഥയാണ് ആടുജീവിതത്തിന്റേത്. പ്രവാസ ജീവിതത്തെക്കുറിച്ചും അതിലെ പ്രയാസങ്ങളെക്കുറിച്ചും അറിയാവുന്ന മലയാളികൾക്ക് അത് നന്നായി റിലേറ്റ് ചെയ്യാൻ കഴിയുമ്പോഴും ഒരു മനുഷ്യന്റെ സ്വപ്നം, നിസ്സഹായത, വേദന, അതിജീവനം എന്ന കാര്യങ്ങൾ ഏതൊരാൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമായതുകൊണ്ടും അതിനെ മനോഹരമായി അവതരിപ്പിച്ചതുകൊണ്ടും ഈ സിനിമ മലയാളികളിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല. അതുകൊണ്ട് സിനിമയ്ക്ക് ഓസ്കാർ കിട്ടുമോ എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ഇതാണ് മലയാള സിനിമ എന്ന് നമുക്ക് അഭിമാനപൂർവ്വം ആരോടും പറയാവുന്ന ഒരു സിനിമ തന്നെയാണ് ബ്ലെസ്സിയുടെ ആടുജീവിതം. നോവലായാലും സിനിമയായാലും ആടുജീവിതത്തിന് ഏറ്റവും പറ്റിയ ടാഗ് ലൈൻ തന്നെയാണ് നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് കെട്ടുകഥകൾ മാത്രമാണ് എന്നത്. കാരണം അത്രയും അവിശ്വസനീയമായ ഒന്ന് തന്നെയാണ് നജീബിന്റെ ജീവിതം. അപ്പൊ എന്താണ് ആടുജീവിതം എന്ന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.